വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. മോദിയുടെ തട്ടകത്തിൽ കയറി തന്നെ പ്രിയങ്ക ഗാന്ധി കളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മോദിയെ ലോക്സഭയിലേക്ക് എത്തിച്ച വാരണാസിയിൽ ഇന്ന് താരമായത് കോൺഗ്രസിന്റെ പെൺപുലി പ്രിയങ്ക ഗാന്ധിയാണ്. BJPയുടെ ദുർഭരണത്തിനെതിരെ UPയിലെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ കൂറ്റൻ റാലി. കർഷകരും സാധാരണക്കാരും അണിനിരന്ന പ്രിയങ്കയുടെ ആ റാലിയിലെ ജനസംഖ്യ കണ്ടാൽ മാത്രം മതി ഉത്തർപ്രദേശ് പുതിയൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. മോദിയുടെയും BJPയുടെയും സ്വന്തം തട്ടകമായ വാരണാസിയിൽ അത്രമേൽ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പ്രിയങ്ക ആ കൂറ്റൻ റാലി സംഘടിപ്പിച്ചത്. 2019 ആദ്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിന്റെ സംഘടനാ ചുമതല കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയത്. അന്നു മുതൽ പ്രിയങ്ക ഗാന്ധി UPയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് പ്രിയങ്കയുടെ റാലിയിൽ അണിനിരന്ന പതിനായിരങ്ങൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് പിന്നാലെ പലരും കോൺഗ്രസിനെ ഉപേക്ഷിച്ചപ്പോൾ അന്ന് പ്രിയങ്ക നൽകിയ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, തന്റെ മുന്നിലുള്ള ദൗത്യമെന്നും 2022 നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുമായിരുന്നു. അതിലേക്ക് പ്രിയങ്ക ഗാന്ധി പതിയെ എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് UPയിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്ന ജനസ്വീകാര്യത. കിഴക്കൻ UPയാണ് കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു UP. പല രാഷ്ട്രീയ കാരണങ്ങളും കോൺഗ്രസിനെ ജനങ്ങൾ കൈവിട്ടു. പക്ഷേ UPയിൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ പ്രിയങ്ക ഗാന്ധി എന്ന നേതാവിന് സാധിക്കുന്നുണ്ട്. ഇത്രയും കാലം തങ്ങൾ ആഗ്രഹിച്ച ഒരു നേതാവിനെ പ്രിയങ്കയിലൂടെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരും. അതേസമയം എന്തുവില കൊടുത്തും ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് യോഗി ആദിത്യനാഥും BJPയും. അതിനിടയിലാണ് ലഖിംപൂർ ഖേരിയിൽ കർഷകർക്ക് നേരെ BJP നേതാവിന്റെ വാഹനം ഇടിച്ചുകയറ്റി നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ പ്രിയങ്ക ഗാന്ധിക്കായി. അവർ ലഖിംപൂരിലേക്ക് പുറപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്തു. ഇതോടെ വിഷയത്തിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്തു. പ്രിയങ്കയുടെ അറസ്റ്റിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നു. കാര്യങ്ങൾ കൈവിടുമോ എന്ന ആശങ്ക വന്നതോടെ പ്രിയങ്കയെ പോലീസ് വിട്ടയക്കുകയും കർഷക കുടുംബത്തെ കാണാൻ അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ അവിടെ കൊണ്ട് മാത്രം നിർത്തിയില്ല പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും. അവർ UPയിൽ പല നഗരങ്ങളിലായി കർഷക റാലികൾ സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വാരണാസിയിൽ നടന്ന കർഷക റാലി. നേരത്തെ സോൻഭദ്രയിൽ 10 പേരെ വെടിവെച്ച കൊന്ന സംഭവം വലിയ വാർത്തയായിരുന്നു. കൊല്ലപ്പെട്ടവരെ കുടുംബാംഗങ്ങളെ കാണാനാണ് പിന്നീട് പ്രിയങ്ക വാരണാസിയിൽ എത്തിയത്. പലപ്പോഴും പ്രിയങ്കയുടെ UPയിലെ സമരങ്ങളും പരിപാടികളും തടയാനാണ് യോഗി സർക്കാർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ യാത്രയെല്ലാം വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. CAA നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ കാണാനും പ്രിയങ്ക വാരണാസിയിൽ എത്തിയിരുന്നു. ഇത്തരത്തിൽ സാധാരണക്കാർക്കൊപ്പം നിന്ന് സാധാരണക്കാരുടെ പ്രശ്നം കണ്ടറിയാനും പരിഹരിക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് UPയുടെയും ഇന്ത്യയുടെയും പുതിയ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.